നമസ്കാരം. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും എട്ടാം ശമ്പള കമ്മീഷനായുള്ള കാത്തിരിപ്പിലാണ്. 2025 ഡിസംബർ 31-ന് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി തീരും. 2026 ജനുവരി 1 മുതൽ എട്ടാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുമെന്ന് കരുതുന്നുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരേ സമയം പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് സർക്കാർ ജീവനക്കാർ. ധനമന്ത്രാലയം 2025 നവംബറിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷന് 18 മാസം നൽകിയിട്ടുണ്ട്. അതിനാൽ ശുപാർശകൾ 2027 മധ്യത്തോടെ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. മുൻകാല പ്രവണതയനുസരിച്ച് യഥാർത്ഥ ശമ്പള വിതരണം വൈകിയാലും മുൻ കമ്മീഷൻ അവസാനിച്ചതിന് പിറ്റേ ദിവസം മുതൽ കുടിശ്ശിക കണക്കാക്കിയായിരിക്കും നൽകാറുള്ളത്. എട്ടാം ശമ്പള കമ്മീഷന്റെ കീഴിൽ പ്രതീക്ഷിക്കുന്ന ശമ്പള വർധനവിൽ ഔദ്യോഗിക കണക്കുകളൊന്നും ഇല്ലെങ്കിലും മുൻകാല കമ്മീഷനുകളും നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും വിലയിരുത്തി ചില ഏകദേശ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതായത് ആറാം ശമ്പള കമ്മീഷൻ ഏകദേശം 40% ശരാശരി വർധനവ് വരുത്തിയിട്ടുണ്ട്. ഏഴാം ശമ്പള കമ്മീഷൻ 2.57 ഫിറ്റ്മെന്റ് ഫാക്ടറോടുകൂടി 23 മുതൽ 25% വർധനമാണ് നൽകിയത്. പുതിയ കമ്മീഷനിൽ നിന്ന് 20% മുതൽ 35% വരെ ശമ്പള വർധനവും 2.4-നും 3.3-നും ഇടയിൽ ഫിറ്റ്മെന്റ് ഫാക്ടറും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് പ്രാരംഭം തലങ്ങളിലെ അടിസ്ഥാന ശമ്പളം ഉയർത്താൻ സഹായിക്കും. എന്നിരുന്നാലും ഈ കണക്കുകൾ വെറും പ്രതീക്ഷകൾ മാത്രമാണ്, ഔദ്യോഗിക ഉറപ്പുകളല്ല എന്നത് ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീവനക്കാരന്റെ നിലവിലെ പ്രതിമാസ ശമ്പളം 1,43,820 ആണെന്ന് കരുതുക. ഇതിൽ അടിസ്ഥാന ശമ്പളം 76,500, ക്ഷാമബദ്ധ 44,370 രൂപ, വീട്ടുവാടക ബദ്ധ 22,950 രൂപ എന്നിവ ഉൾപ്പെടുന്നു. പുതുക്കിയ ശമ്പളഘടന പ്രകാരം അടിസ്ഥാന ശമ്പളം 1,53,000 ഉയരുകയും വീട്ടുവാടക ഏകദേശം 41,310 ആവുകയും ചെയ്തേക്കാം. ഇതോടെ മൊത്തം പ്രതിമാസ ശമ്പളം ഏകദേശം 1,94,310 വർദ്ധിക്കും. ഈ കണക്കുകൾ പ്രകാരം വീട്ടുവാടക ബദ്ധ ഒഴിവാക്കിയുള്ള പ്രതിമാസ കുടിശ്ശിക ഏകദേശം 32,131 ആയിരിക്കും. അതേസമയം വീട്ടുവാടക ബദ്ധ കൂടി ഉൾപ്പെടുത്തിയാൽ കുടിശ്ശിക 40,000 അല്ലെങ്കിൽ 50,490 ഗണ്യമായി വർദ്ധിക്കും. പുതിയ ശമ്പള ഘടനയിൽ അലവൻസുകൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് ജീവനക്കാർക്ക് വലിയ ശ്രദ്ധയുണ്ടാകാൻ ഈ വ്യത്യാസം കാരണമാണ്. എങ്കിലും ഓർക്കുക, ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പണപ്പെരുപ്പത്തിന്റെ പ്രവണതകൾ, കൂടാതെ സർക്കാരിന്റെ നിലവിലെ ധനസ്ഥിതി, വിശാലമായ സാമ്പത്തിക സാഹചര്യങ്ങൾ, കൂടാതെ മൊത്തത്തിൽ സർക്കാരിന്റെ ഒരു പ്രവർത്തനത്തിന്റെ അത് എത്രത്തോളം പണങ്ങൾ വരുന്നു എന്നിവയെല്ലാം കൂടി നോക്കിയിട്ട് ഇതെല്ലാം ആശ്രയിച്ചായിരിക്കും അന്തിമ വർധനവിനെ കുറിച്ച് തീരുമാനമുണ്ടാക്കുക. 2026 ജനുവരി 1 പ്രാബല്യത്തിൽ വരുന്ന തീയതി ആയിരിക്കാമെങ്കിലും യഥാർത്ഥ ശമ്പള പരിഷ്കരണങ്ങൾക്കും കുടിശ്ശിക ലഭിക്കുന്നതിനും കാലതാമസം വരാം. അതിനാൽ സർക്കാർ ജീവനക്കാർ ഒരു കാത്തിരിപ്പ് കാലയളവിന് തയ്യാറായിരിക്കണം. വ്യക്തമായ ചിത്രം എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും സർക്കാർ അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അതിന് ഇനിയും 1 വർഷത്തോളം തന്നെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.